തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രീ പോൾ സർവേകളുടെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്ന് പറയുന്നത്. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അതിൻ്റെ അന്തിമ മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അനവധി പ്രീ പോൾ സർവേകൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട വാർത്താ മാധ്യമങ്ങളും സാറ്റലൈറ്റ് ചാനലുകളുമെല്ലാം തങ്ങളുടെ സ്വന്തം പ്രീ പോൾ സർവേ ഫലങ്ങൾ ഇതിനോടകം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ വോട്ടർമാർ ഇവിടെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ പല പ്രീ പോൾ സർവേകളും ആധികാരികമല്ല എന്നതും സ്വാർത്ഥ താല്പര്യത്തോടെ ഉള്ളതാണെന്നുമുള്ള വസ്തുതയാണ് വോട്ടർമാർ തിരിച്ചറിയേണ്ടത്. നമുക്കറിയാം, കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുടെ സർക്കാർ നാണം കെട്ട് അധികാരത്തിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. UDFൻ്റെ ശക്തമായ ഒരു തരംഗം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന വസ്തുതയും കണക്കിലെടുത്തുകൊണ്ട് വേണം നാം ഈ പ്രീ പോൾ സർവേകളെ വിലയിരുത്തുവാൻ. എന്നാൽ ഈ വസ്തുതകൾക്കൊന്നും നിരക്കാത്ത രീതിയിൽ കേരളത്തിൽ CPMനും പിണറായി വിജയനും അധികാര തുടർച്ചയുണ്ടാകും എന്ന് പ്രവചിച്ചിട്ടുള്ള പ്രമുഖ സർവേയാണ് മാതൃഭൂമി ചാനൽ പുറത്തുവിട്ടിട്ടുള്ള സർവേ എന്ന് പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാർച്ച് മാസം ആദ്യവാരത്തിലും ഏപ്രിൽ മാസം ആദ്യവാരത്തിലും 2 സർവേകളാണ് മാതൃഭൂമി പുറത്തുവിട്ടിട്ടുള്ളത്. ഈ 2 സർവേകളിലും ഇടതുമുന്നണിയുടെയും പിണറായി വിജയൻ്റെയും വിജയവും ഭരണ തുടർച്ചയുമാണ് അവർ പ്രവചിക്കുന്നത്. യാഥാർത്ഥ്യബോധത്തിന് നിരക്കാത്ത കണക്കുകളും കണ്ടെത്തലുകളുമാണ് മാതൃഭൂമി തങ്ങളുടെ സർവേകളിലൂടെ പുറത്തുവിട്ട് വോട്ടർമാരെ സ്വാധീനിക്കുവാനും CPMനെ അധികാരത്തിൽ നിലനിർത്തുവാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പുറത്തുവിട്ടിട്ടുള്ളത്. മാതൃഭൂമിയുടെ രാഷ്ട്രീയം എന്താണെന്നാണ് വോട്ടർമാർ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയേണ്ടത്. മാതൃഭൂമി എന്ന ചാനലിൻ്റെ ഉടമ, മാതൃഭൂമി എന്ന പത്രത്തിൻ്റെയും ചാനലിൻ്റെയും ഉടമ എന്ന് പറയുന്നത് MV ശ്രേയാംസ്കുമാർ എന്ന വ്യക്തിത്വമാണ്. ഇനി ആരാണ് MV ശ്രേയാംസ്കുമാർ എന്ന് ചോദിച്ചാൽ, അദ്ദേഹം മുൻ MLA ആണ്. ഇടതുമുന്നണിയുടെ ഭാഗമായ RJD എന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ കൂത്തുപറമ്പ് സീറ്റിൽ നിന്ന് LDFൻ്റെ പ്രതിനിധിയായി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അവരുടെ പക്ഷപാതിത്വം ഇടതുമുന്നണിക്ക് അനുകൂലമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തേതാണ് ഏറ്റവും വലിയ തട്ടിപ്പ് എന്ന് പറയുന്നത്. മാതൃഭൂമിക്ക് വേണ്ടി ഈ സർവേ നടത്തിയിട്ടുള്ളത് കോർ എന്ന ഏജൻസിയാണ്. ഇതൊരു റിസർച്ച് ഏജൻസിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കോർ എന്ന ഏജൻസിയുടെ നിയന്ത്രണം അഖിൽ സുരേഷ് എന്ന വ്യക്തിത്വത്തിൻ്റെ കയ്യിലാണ്. ഇനി ആരാണ് അഖിൽ സുരേഷ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഭൂലോക ഫ്രോഡാണ് അഖിൽ സുരേഷ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ അയാളെ വിശേഷിപ്പിക്കുവാൻ കഴിയും. CPMന് വേണ്ടി, ഇടതുമുന്നണിക്ക് വേണ്ടി 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും PR പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഈ അഖിൽ സുരേഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അഖിൽ സുരേഷ് നടത്തുന്ന സർവേകളുടെ സാമ്പിൾ ആധികാരികമായിരിക്കില്ല എന്നും അത് CPM പക്ഷപാതിത്വം ഉള്ളതായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. അതുപോലെ തന്നെ അഖിൽ സുരേഷ് തന്നെയാണ് ഇപ്പോൾ പിണറായി മന്ത്രിസഭയിലെ 3 മന്ത്രിമാരുടെ PR പ്രചരണങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ കൂടാതെ ചില CPM MLAമാരുടെയും പ്രമുഖ CPM നേതാക്കളുടെയും എല്ലാം PR പ്രചാരണങ്ങളും ഈ അഖിൽ സുരേഷ് തന്നെയാണ് നടത്തി വരുന്നത്. ഇനി ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അഖിൽ സുരേഷ് ഇതിനു മുമ്പ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 24 ന്യൂസിന് വേണ്ടിയിട്ടാണ് അന്ന് സർവേ നടത്തിയതും അയാളുടെ ഫലങ്ങൾ 24 ന്യൂസിലൂടെയാണ് പ്രസിദ്ധീകരിച്ചതും. അന്ന് അദ്ദേഹം വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൽ KK ശൈലജ ടീച്ചർ 30,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രവചനമാണ് നടത്തിയത്. എന്നാൽ ഫലം വന്നപ്പോൾ എന്തായി എന്നതും നാം ഓർക്കേണ്ടതുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥിയായ പാലക്കാടിൻ്റെ മുൻ MLA ആയ ഇപ്പോൾ വടകരയുടെ MP ആയ ഷാഫി പറമ്പിൽ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് അന്ന് വിജയിച്ചു കയറിയത്. അതായത് 25,000 വോട്ടുകൾ മുതൽ 30,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടിക്കൊണ്ട് KK ശൈലജ ടീച്ചർ വിജയിക്കുമെന്ന് കോർ എന്ന ഏജൻസി പ്രവചിച്ചപ്പോൾ ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചതാണ്. അത്രമാത്രം വ്യതിയാനമാണ് അഖിൽ സുരേഷിൻ്റെ സർവേകൾക്ക് യാഥാർത്ഥ്യവുമായിട്ടുള്ളത് എന്ന വസ്തുത ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് വടകരയുടെ ഉദാഹരണം പറഞ്ഞത്. ഇനി വടകരയിൽ മാത്രമല്ല അഖിൽ സുരേഷിൻ്റെ പ്രവചനം പാടെ പാളിപ്പോയത് എന്ന വസ്തുതയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് സിറ്റിംഗ് MP ആയ UDF നേതാവ്, UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ 20,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുമെന്നായിരുന്നു അഖിൽ സുരേഷും കോർ എന്ന ഏജൻസിയും 24 വേണ്ടി നടത്തിയ സർവേയിലൂടെ പ്രവചിച്ചത്. എന്നാൽ ഫലം വന്നപ്പോൾ അവിടെ 1 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചു കയറിയത്. കാസർഗോഡ് കൊണ്ടും അഖിൽ സുരേഷിൻ്റെ തെറ്റായ പ്രവചനങ്ങൾ അവസാനിക്കുന്നില്ല എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട്. കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ K. സുധാകരൻ 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ അഖിൽ സുരേഷ് പ്രവചിച്ചത് അവിടെ സുധാകരൻ്റെ പരാജയമായിരുന്നു.
ഏറ്റവും ടൈറ്റ് ഫൈറ്റ് നടന്നുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശ് 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. എന്നാൽ അവിടെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥിയായ വി ജോയ് വിജയിക്കുമെന്നായിരുന്നു അഖിൽ സുരേഷ് നടത്തിയ പ്രവചനം. അതുപോലെ പത്തനംതിട്ടയിലേക്ക് എത്തിയാൽ ആന്റോ ആന്റണി കേവലം 10,000-ൽ പരം വോട്ടുകൾക്കായിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ 5 മടങ്ങ് വോട്ടുകൾക്കാണ് ഭൂരിപക്ഷം നേടിയാണ് ആന്റോ ആന്റണി പത്തനംതിട്ടയിൽ നിന്ന് വിജയിച്ചത് എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഇപ്പോൾ തൃശ്ശൂരിൻ്റെ MP ആയിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാജയമായിരുന്നു അഖിൽ സുരേഷ് പ്രവചിച്ചത്. ഇവിടെ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ഇഞ്ചോടിഞ്ച് പോരാടും എന്ന് അഖിൽ സുരേഷ് പ്രവചിച്ചപ്പോഴാണ് 75,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി സുരേഷ് ഗോപി 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറിയത്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 24 വേണ്ടി ഫലപ്രവചനം നടത്തിയ അഖിൽ സുരേഷിനെ പിന്നീട് അങ്ങോട്ടേക്ക് അവർ അടുപ്പിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. 24 നിന്ന് പുറത്തായതോടെ മറ്റൊരു പ്രമുഖ ചാനലിനെ സർവേ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് അഖിൽ സുരേഷ് സമീപിച്ചിരുന്നു. തീരെ ചെറിയ തുകയ്ക്ക് സർവേ നടത്താമെന്നാണ് അദ്ദേഹം ആ ചാനലിനോട് വാഗ്ദാനം ചെയ്തത്. എന്നാൽ അഖിൽ സുരേഷിൻ്റെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ചതോടുകൂടി ഇയാൾ CPM പക്ഷപാതിത്വമുള്ള ഒരു തട്ടിപ്പുകാരനും PR പ്രചാരകനുമാണെന്ന് അവർ തിരിച്ചറിഞ്ഞതോടുകൂടി അയാളെ ഇവർ ഒഴിവാക്കുകയായിരുന്നു. പിന്നീടാണ് ഏറ്റവും ഒടുവിൽ CPMനെ സ്വാധീനിക്കുവാൻ കഴിയുന്ന മാതൃഭൂമിയിലൂടെ അഖിൽ സുരേഷ് തൻ്റെ ഈ പ്രവചനങ്ങൾ അല്ലെങ്കിൽ ഈ പ്രവചന തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. CPM ആദ്യമായിട്ടല്ല ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന വസ്തുതയും നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ഇത്തരം നിരവധി പെയ്ഡ് സർവേകൾ അവർ ജനങ്ങളെ വോട്ടിനെ സ്വാധീനിക്കാനായി പുറത്തുവിട്ടിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലെല്ലാം പ്രബുദ്ധരായിട്ടുള്ള മലയാളി വോട്ടർമാർ ഈ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുകയും വോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഇത്തവണ കോടികൾ ഒഴുക്കി നിരവധി ചാനലുകളെയും വാർത്താമാധ്യമങ്ങളെയും റിസർച്ച് ഏജൻസികളെയും സ്വാധീനിച്ചുകൊണ്ട് നിരവധി കോണുകളിൽ നിന്നാണ് ഇത്തരം പ്രീപോൾ സർവേകൾ പുറത്തുവിട്ടുകൊണ്ട് ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യുവാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഇടതുമുന്നണിയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഖിൽ സുരേഷിനെ പോലെ അനവധി തട്ടിപ്പുകാർ കോടിക്കണക്കിന് രൂപ വാങ്ങി തങ്ങളുടെ കീശയിലിട്ടതിന് ശേഷം ജനവിധിയെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുമ്പോൾ വോട്ടർമാരാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോളുകളുടെയും പ്രീ പോളുകളുടെയും കാര്യമെടുത്താലും ഇതുതന്നെയാണ് സ്ഥിതി എന്നതുകൂടി നാം ഓർക്കേണ്ടതുണ്ട്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള സീറ്റുകളുടെ പകുതിയിലധികം നേടി ആധികാരികമായ ഭൂരിപക്ഷം ഉറപ്പിച്ചുകൊണ്ട് BJP ചരിത്രത്തിലാദ്യമായി കോർപ്പറേഷൻ ഭരണം നേടിയപ്പോൾ നീണ്ട പതിറ്റാണ്ടുകൾക്ക് ശേഷം CPM ദയനീയമായി പരാജയപ്പെട്ട് അധികാരത്തിന് പുറത്തേക്ക് പോയപ്പോൾ ആ ഒരു ഫലം പ്രവചിക്കുവാൻ ഒരു എക്സിറ്റ് പോളുകൾക്കും ഒരു പ്രീ പോളുകൾക്കും സാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷനിൽ UDF നേടിയ അട്ടിമറി വിജയം പ്രവചിക്കുവാനും ഒരു പ്രീ പോൾ സർവേകൾക്കും സാധിച്ചിരുന്നില്ല. എറണാകുളം കോർപ്പറേഷനിൽ UDFൻ്റെ സമഗ്ര ആധിപത്യം ഉണ്ടാകുമെന്ന് പ്രവചിക്കുവാൻ പോലും ഇത്തരം പ്രീ പോൾ സർവേകൾ തയ്യാറായിരുന്നില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും എന്ന നിലയിലാണ് അവർ പ്രീ പോൾ സർവേകളുമായും എക്സിറ്റ് പോൾ സർവേകളുമായും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്നതുവരെ കളം നിറഞ്ഞു നിന്നിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയായിരിക്കണം പ്രിയപ്പെട്ട പ്രേക്ഷകരും വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തേണ്ടത്. കേരളത്തിലെമ്പാടും ഒരു UDF തരംഗം അലയടിക്കുന്നുണ്ട്. അത് മലബാറിലാണെങ്കിലും മധ്യ തിരുവിതാംകൂറിലാണെങ്കിലും തെക്കൻ കേരളത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മലബാറിലെയും മധ്യ തിരുവിതാംകൂറിലെയും വോട്ടെണ്ണുമ്പോൾ തന്നെ UDF കൃത്യമായ ഭൂരിപക്ഷം ഉറപ്പിക്കും. തെക്കൻ കേരളത്തിലെ വോട്ടുകൾ എണ്ണുമ്പോൾ ഇടതു കോട്ടകളിലേക്ക് കൃത്യമായ ഒരു കടന്നുകയറ്റം നടത്തുവാനും UDFന് സാധിക്കും. കേരളത്തിലെ 14 ജില്ലകളിലും UDFന് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഏറെ സീറ്റുകൾ ലഭിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. 2021 തെരഞ്ഞെടുപ്പിൽ UDF ഏറെ പിന്നോട്ട് പോയിട്ടുള്ള സംഭൂജിരായ പത്തനംതിട്ട ജില്ലയും അതുപോലെ തന്നെ ഒരു സീറ്റിലേക്ക് ചുരുങ്ങിയ തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലുമടക്കം UDFൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടം സീറ്റെണ്ണത്തിൽ നമുക്ക് കാണുവാനും സാധിക്കും. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.